ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അരോമ ഗ്ലോബ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ അമ്മുവിൻ്റെ 7th മന്തിൻ്റെ ഒരു ചെറിയ ബേബി മൂൺ എന്നൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് പോലേക്ക് നമ്മൾ ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രം അടുത്ത് നോക്കിയപ്പോൾ ഉള്ള ബെസ്റ്റ് സ്ഥലം കന്യാകുമാരിയാണ്. സൺറൈസ് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. ബട്ട് നമുക്ക് ലേറ്റായി, ട്രാവലൊക്കെ പതുക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കന്യാകുമാരി സൺറൈസ് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വിവേകാനന്ദ സ്വാമിയെ കാണാമെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ ബോട്ടിന് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടാണ് പോകുന്നത്. നല്ല തിരക്കും ക്യൂവും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ ഒരു ക്യൂ ഇല്ലാതെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് എടുക്കുന്ന ലൈനിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് ബോട്ടിലോട്ട് കയറാനുള്ള ടിക്കറ്റ് എടുത്ത് നമ്മുടെ കൊച്ചി ബോട്ട് ജെട്ടി പോലൊക്കെ അവിടെ പോയി ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ബോട്ട് വരും. ബോട്ടിലാണ് നമ്മൾ അപ്പുറത്തോട്ട് പോകുന്നത്. ഇത് നല്ല വ്യൂ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഈ വരുന്ന ബോട്ടാണോ ജങ്കാറാണോ എന്തോ, ഇതിലാണ് നമ്മൾ അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോകുന്നത്. ബോട്ടിലും അവർ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ കയറ്റിയത്. ബോട്ടിലാണ് നമ്മൾ അപ്പുറത്തോട്ട് പോകുന്നത്, ഈ കാണുന്ന അമ്പലത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നിന്നൊരു പാലമൊക്കെ വന്നു. നമ്മൾ പോയ സമയത്ത് പാലം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ബോട്ടിലിങ്ങനെ പോകാൻ നല്ല രസമാണ്. ഇതിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നപ്പോൾ ആ സ്കൈയും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എന്തോ ഒരു പ്രത്യേകതര ഭംഗി. ജസ്റ്റ് കാണാൻ ഈ അമ്പലവും വിവേകാനന്ദ സ്വാമിയുടെ ആ ഒരു പ്രതിമയും മാത്രമേ ഉള്ളെങ്കിലും ഒരു വട്ടം പോകാനുള്ള ഒരു സ്ഥലമുണ്ടത് കന്യാകുമാരി. ഈ കാണുന്നിടത്ത് നമ്മൾ ചെരുപ്പൊക്കെ കൊടുത്തിട്ട് വേണം ഈ സ്റ്റെയർ കയറി മേളിൽ പോയി. നല്ലൊരു വ്യൂ ആയിരുന്നു. ഈ കാണുന്ന അമ്പലത്തിലോട്ട് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ക്യാമറ ഫോണൊന്നും അലൗഡ് അല്ല. ജസ്റ്റ് അകത്ത് കയറി കണ്ട് നമുക്കിങ്ങനെ ഇറങ്ങാം. അപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, അതും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറി കണ്ട് നമുക്ക് ഇറങ്ങാം, അത്രേ ഉള്ളൂ. പിന്നെ ഈ റോക്കൊക്കെ നല്ല വൃത്തിക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എല്ലാം. പിന്നെ നമ്മുടെ കുറച്ച് വീഡിയോസും അൺഎക്സ്പെക്റ്റഡാന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. നമുക്ക് ഫോൺ അലൗഡ് അല്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഈ കടൽ തന്നെയാണ്. കടൽ പല ഡിഫറെൻറ്റ് കളറായിട്ട് നമുക്ക് കാണാം. കുറച്ച് റിലാക്സ് ആയിട്ട് അവിടെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാം. ഇതൊക്കെയായിരുന്നു അവിടുത്തെ സ്പെഷ്യാലിറ്റി. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയ അന്ന് വലിയ വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചൂടൊന്നും നമുക്ക് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് പോവുക. പിന്നെ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ 1 ഡേ ട്രിപ്പൊക്കെ ആയിട്ട് പോവാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.